Hello, welcome to Education channel. It's me Basna, your Education mentor. സോ ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ +2 ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ എനി വുമൻ ബൈ കാത്തറിൻ ടിനാൻ എന്നാണ്. ഇറ്റ്സ് എ വെരി ഹാർട്ട് ടച്ചിങ് പോയം. ഇതിൽ ഒരു അമ്മയുടെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് എനി വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയം. വേറെ ഒന്നുമല്ല, ഒരു കുടുംബത്തിൻ്റെ സ്പൈനാണ് അമ്മ എന്ന് നല്ലൊരു രീതിയിൽ പോയറ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റാൻസ 6 സ്റ്റാൻസ ഉണ്ട്. അതിൽ ഓരോ സ്റ്റാൻസിൻ്റെ മീനിങ് പറഞ്ഞ് അതിൽ എന്താണ് ആ കവി ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഒരു സിമ്പിൾ വേയിൽ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാൻസയിലേക്ക് കിടക്കാം, കവിതയിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് പറയുന്നത്, I am the pillar of the house, the keystone of the ark am I. Take me away, and roof and wall would fall to ruin me utterly. അപ്പോൾ ഇതിൽ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ, ഞാനാണ് ഈ വീടിൻ്റെ പില്ലറിൽ, ഒരു ആർക്കിൻ്റെ കീസ്റ്റോൺ പോലെ. കീസ്റ്റോൺ ഇല്ലെങ്കിൽ ആർക്ക് കൊളാപ്സ് ആവും. അതാണ് പില്ലേഴ്സ് ഇല്ലെങ്കിൽ വീട് കൊളാപ്സ് ആവും. അതുപോലെയാണ് മദർ ഇല്ലെങ്കിൽ ഫാമിലിയും വീടും നഷ്ടപ്പെടും എന്നാണ് ഇത് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായി പറഞ്ഞാൽ അമ്മയാണ് ഈ കുടുംബത്തിൻ്റെ സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് എന്നാണ് ഈ സ്റ്റാൻസയിൽ മീൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ പറയുന്നത്, I am the fire upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were colder than a stone. ഈ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, ഞാൻ ഹേർത്തിലെ തീയാണ്. ഹേർത്ത് പറഞ്ഞാൽ നമുക്കറിയാം, ഈ തണുപ്പ് കാലത്ത് ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു വാം ആക്കി തരുന്ന ഒരു ചെറിയൊരു അടുപ്പ് പോലത്തെ ഒരു സംഭവമാണ് ഈ ഹേർത്ത് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, ഞാൻ ഹേർത്തിലെ തീയാണ്, വാംത്തും ലൈഫും തരുന്നത് ഞാനാണെന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഞാൻ സൂര്യനുടെ വെളിച്ചമാണ്, പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് ഞാനാണ്. അതായത് ഇതിൽ പറയുന്നത് എന്താണ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലെന്താണ് മീൻ ചെയ്യുന്നത്, മദർ ഇല്ലെങ്കിൽ ഫാമിലി കോൾഡും ലൈഫ്ലെസ്സും ആകുമെന്നാണ്. അതുകൊണ്ടാണ് പോയറ്റ് ഇതിൽ പറയുന്നത് അമ്മയാണ്, അതായത് മദറാണ് ഫാമിലീൻ്റെ വാംത്തും പോസിറ്റീവ് എനർജി. അതാണ് സിമ്പിളായി പറയുന്നത്. അതായത് അമ്മയാണ് ആ ഫാമിലീൻ്റെ വാംത്തും എനർജിയും എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ എന്താ പറയുന്നത്, അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദർ ഹാൻഡ്സ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, വിതൗട്ട് മീ കോൾഡ് ദ ഹാർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്, കുട്ടികളെ പറ്റിയാണല്ലേ. അതായത് ചിൽഡ്രന് മദറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതായത് എന്നിൽ നിന്നാണ് അവർ സ്നേഹവും സേഫ്റ്റിയും തേടുന്നത് എന്നാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, അമ്മ ഇല്ലെങ്കിൽ വീട്ടിൽ ഹേർത്ത് കോൾഡായി പോകും. അതായത് അമ്മ ഇല്ലെങ്കിൽ വീട്ടിൽ വോമൊന്നുമില്ല. കാരണം അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആ വീട്ടിൽ വോമും എനർജിയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താവും അപ്പോൾ അമ്മ ഇല്ലെങ്കിൽ കുട്ടികൾ നന്നായിട്ട് വളരൂല. മദറില്ലാതെ ചിൽഡ്രൻ്റെ ഗ്രോത്ത് ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് ഈ സ്റ്റാൻസയിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ. ഇനി നാലാമത്തെ സ്റ്റാൻസ് എന്താണ്, ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സാക്രഡ് റിംഗ്, ദ നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ദർ നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വണ്ടറിംഗ്. അതിലെന്താണ് പറയുന്നത്, ഞാനാണ് ഫാമിലിയെ ടൈറ്റായി ബന്ധ് ചെയ്യുന്ന ഒരു നോട്ട്. ഇവിടെ കുട്ടികളെ സ്നേഹത്തിൻ്റെ വലയത്തിൽ സേഫാണ്. കുട്ടികൾ സ്നേഹത്തിൻ്റെ ഇതിൽ സേഫാണെന്നാണ് അമ്മ പറയുന്നത്. അതായത് ഞാനില്ലെങ്കിൽ, അതായത് അമ്മയാണ്, ഇത് സിമ്പിളായി പറയുകയാണെങ്കിൽ അമ്മയാണ് ഈ ഫാമിലീൻ്റെ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻവിസിബിൾ ത്രെഡ് എന്നാണ് ഈ സ്റ്റാൻസയിൽ മീൻ ചെയ്യുന്നത്, സിമ്പിളായി പറയുകയാണെങ്കിൽ കേട്ടോ. പിന്നെ അഞ്ചാമത്തെ സ്റ്റാൻസ, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റാൻസയാണ്, ഐ എം ദ ഹൗസ് ഫ്രം ദ ഫ്ലോർ ടു റൂഫ്,
I deck the walls, the board I spread. I spin the curtains, wrap and woof, and shake the dawn to be their bed. എന്താണ് ഇതിൽ പറയുന്നത്? ഐ എം ദ ഹൗസ് ഫ്രം ദ ഫ്ലോർ ടു റൂഫ്. അതായത് ഞാൻ ഈ ഫ്ലോറിൽ നിന്നും റൂഫ് വരെ ഒരു വീടിനെ കംപ്ലീറ്റ് ആക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് വാൾസ് ഡെക്കറേറ്റ് ചെയ്യുന്നതും, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും, കർട്ടൻ അറേഞ്ച് ചെയ്യുന്നതും, ബെഡ് റെഡിയാക്കുന്നതും എല്ലാം ചെയ്യുന്നത് അമ്മയാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ ആണ് ചെയ്യുന്നത്, അമ്മയാണ് ചെയ്യുന്നത്. ഇതിലെന്താ നമുക്ക് ഈ സ്റ്റാൻസിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇത് ഒരു അമ്മയുടെ ഡൊമസ്റ്റിക് കെയറും ഹാർഡ് വർക്കും കുറിച്ചാണ് ഈ സ്റ്റാൻസിൽ പറയുന്നത്. 5ാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്. അത് പറയണ്ടല്ലോ, വാൾ ഡെക്കറേറ്റ് ചെയ്യുന്നതും, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും, കർട്ടൻ അറേഞ്ച് ചെയ്യുന്നതും, ബെഡ് വരെ റെഡി ആക്കുന്നതും എല്ലാം ഞാനാണല്ലോ. അതുകൊണ്ട് എന്താണ് ഇതിൽ ഒരു കെയറും, ഒരു മദറിൻ്റെ കെയറും ഹാർഡ് വർക്കും ആണ് ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ സ്റ്റാൻസയാണ്. I am their wall against all danger, their door against wind and snow, though whom a woman laid in a manger, take me not till the children grow. ഈ പോയമിൽ ഏറ്റവും ഇമോഷണലായിട്ടുള്ള ഒരു സ്റ്റാൻസയാണ് ഈ ലാസ്റ്റത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. അതായത് എന്താണെന്ന് പറയുന്നത്, ഞാനാണ് ഫാമിലിയിലെ എല്ലാ ഡേഞ്ചറിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വാൾ. പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും നിന്നും അവരെ ഷീൽഡ് ചെയ്യുന്നത് ആരാണ്? അമ്മയാണ്. അപ്പം ഇതിൽ ലാസ്റ്റ് പറയുന്ന ഒരു പ്രയറാണ്. അതായത് അമ്മ പ്രാർത്ഥിക്കാണ്, ദൈവമേ എൻ്റെ മക്കൾ വലുതായി സേഫ് ആവുന്നത് വരെ എന്നെ അങ്ങോട്ട് വിളിക്കരുതേ എന്നാണ് അമ്മ പറയുന്നത്. ഇത് ഒരു അമ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമാണ് അതിൽ പറയുന്നത്. അത്രയും കെയറും അങ്ങനെ അതൊക്കെ കാണിച്ചിട്ട് അമ്മ പറയാണ് ദൈവത്തെ കൊണ്ട്, ദൈവമേ എൻ്റെ മക്കൾ വലുതാവുന്നത് വരെ എന്നെ അങ്ങോട്ട് വിളിക്കരുതേ എന്ന്. സ്റ്റുഡൻസ്, എനിക്ക് പറയുന്നത് വെച്ചാൽ, ഇത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, മദർ ജസ്റ്റ് ഒരു ഫാമിലി മെമ്പർ അല്ല, അവളാണ് എൻറ്റയർ വീടിൻ്റെ ഹാർട്ടും ഫൗണ്ടേഷനും എല്ലാം. ഇതിൽ പോയറ്റ് കവിതയിൽ ഒരു അമ്മയുടെ ഒരു പ്രാധാന്യം ഒരു നല്ല രീതിയിലാണ് കാണിച്ചു തരുന്നത്. സോ വാട്ട് ഐ വാണ്ടഡ് ടു സേ ഈസ്, respect your mother, love your mother, because she is truly the pillar of your life. Thank you.